നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ ഗൈഡൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും ഒരു നല്ല സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കും, പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ ഉണ്ടാക്കിയ ടൈം ടേബിൾ തെറ്റാണോ, അല്ലെങ്കിൽ നമ്മുടെ അപ്രോച്ച് തെറ്റാണോ? ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പറയണത് റിയാലിറ്റി ചെക്ക്. അപ്പോൾ നമ്മളൊരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഒരുപാട് സബ്ജക്റ്റ് ഒരുമിച്ച് അടക്കി നിറയ്ക്കുക, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എക്സാമ്പിൾ, ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കാമെന്ന് ടൈം ടേബിൾ ഇട്ടാൽ നിങ്ങൾ സാധാരണയായിട്ട് 3-4 മണിക്കൂർ മാത്രമേ പഠിക്കുന്നുള്ളെങ്കിൽ ആ ടൈം ടേബിൾ ഫെയിലായിരിക്കും. അപ്പം അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് പറയണം, സ്റ്റാർട്ട് സ്മോൾ, ഗ്രാജുവലി ഇൻക്രീസ്. അതായത് ചെറിയ രീതിയിൽ പഠിച്ച് നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുക. അതാണ് ആദ്യത്തെ. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു 2-3 മണിക്കൂർ ഇട്ട് അത് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഗോൾഡൻ റൂളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ രണ്ടാമത്തെ. അതായത് കൺസിസ്റ്റൻസി ഓവർ പെർഫെക്ഷൻ. അതായത് പെർഫെക്റ്റ് ടൈം ടേബിൾ ഇല്ല, കൺസിസ്റ്റൻറ്റ് ടൈം ടേബിളാണ് ഇമ്പോർട്ടൻറ്റ്. ദിവസവും 3 മണിക്കൂർ കൺസിസ്റ്റൻ്റ്ലി പഠിക്കുന്നവർക്ക് 10 മണിക്കൂർ പ്ലാൻ ചെയ്യുന്നവരെക്കാളും വിജയിക്കും. അതായത് ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ 10 മണിക്കൂർ കഷ്ടപ്പെട്ട് പഠിച്ചവരെക്കാട്ടിലും നിങ്ങൾക്കായിരിക്കും മാർക്ക്. കാരണം അത് കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുകയാണ്, മറ്റത് അവർ ടയേർഡായിട്ട് പഠിക്കുകയാണ്. ഇത് നമുക്ക് ആ 3 മണിക്കൂർ പഠിക്കുകയാണെങ്കിലും അതൊരു കൺസിസ്റ്റൻ്റ്ലി പഠിക്കുന്നവരായിരിക്കണം. അപ്പോൾ സ്മോൾ സ്റ്റെപ്പ് ഡെയിലി ഈക്വൽസ് ബിഗ് സക്സസ് ആണ്. ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ കഴിയുന്നതാണ്. അപ്പോൾ പോമഡോറോ ടെക്നിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, സ്റ്റഡി ദെൻ ബ്രേക്ക്. 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പിന്നെ ഒരു 4 സെഷൻസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു ഇച്ചിരി വലിയ ബ്രേക്ക് എടുക്കുക. അപ്പോൾ അത് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അപ്പം നമ്മുടെ ആ ഒരു പഠിത്തത്തിൻ്റെ ആ ഒരു ബോറിങ് തോന്നുന്നതും കുറയ്ക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ പ്രയോറിറ്റി മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആദ്യം ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് പഠിക്കുക, പിന്നീട് ഈസി സബ്ജക്റ്റ് പഠിക്കുക. അതാണ് പ്രയോറിറ്റി മെത്തേഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, മോർണിംഗിൽ മാത്സ് ഓർ സയൻസ് പഠിക്കുക, ഈവനിങ്ങിൽ സോഷ്യലോ ലാംഗ്വേജോ പഠിക്കുക. അത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല പഠിക്കാൻ. ആ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും എളുപ്പം പഠിക്കാൻ പറ്റും. നിങ്ങൾ ഇനി പഠിക്കേണ്ട ഒരു ടെക്നിക്കും കൂടി പറഞ്ഞുതരാം. ഒരു പേജ് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒരു പേജ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ എന്താ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒക്കെ വിടുക, പിന്നെ ഒരു പ്രാവശ്യം കൂടി വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ പേജിന് എന്തെങ്കിലും മനസ്സിലായി കാണില്ല, അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായി, എന്നിട്ട് ഇതൊന്ന് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഫസ്റ്റ് പേജായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്താൽ പഠിച്ചിരിക്കണേന്ന്. അപ്പോൾ അതുപോലെ നിങ്ങളത് ഇൻക്രീസ് ചെയ്തെടുക്കുക. അതായത് പഠിക്കുമ്പോൾ ഓരോ ലൈനും കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക, അത്രയും കോൺസെൻട്രേഷൻ കൊടുത്ത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫിക്സഡ് സ്റ്റഡി സ്ലോട്ട്സ് തീരുമാനിക്കുക. നിങ്ങൾക്ക് എപ്പോഴും സെയിം ടൈമിൽ സെയിം പ്ലേസിലിരുന്ന് പഠിക്കാൻ ഒരു ടേബിളും മേശയും ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത്, പറ്റുകയാണെങ്കിൽ ഒരു റൂമിലിരുന്ന് പഠിക്കാൻ, മൊബൈലിൻ്റെ ഡിസ്ട്രാക്ഷൻ മാറ്റിയിട്ട് കേട്ടോ. അത് മെയിനായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ 6 AM to 8 AM വരെ ഡെയിലി പഠിക്കുകയാണെന്ന് വിചാരിക്കുക. വൈകിട്ട് ഒരു 7 PM to 9 PM വരെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുമല്ലോ സ്കൂളിൽ. വീട്ടിലേക്കാളും കൂടുതൽ സമയം നമ്മൾ സ്കൂളിലല്ലേ ചിലവഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് വിശന്നു കൊടുക്കും. അതുവരെ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും
നിങ്ങൾക്ക് തോന്നും എനിക്ക് വിശക്കുണ്ടല്ലോ, അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയി എന്ന് നിങ്ങളെ അറിയിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും, ആ സമയത്ത് നിങ്ങളെ അറിയിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റുട്ടീൻ കറക്റ്റായി കഴിഞ്ഞാൽ 6 to 8 AM ഞാൻ ടൈം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ 7 to 9 PM ആ ടൈം ആകുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പഠിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരും. ഇത് ഡെയിലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, അല്ലാണ്ട് ഒരു ദിവസമോ 2 ദിവസമോ പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണ പ്രോബ്ലം മൊബൈൽ ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ സ്റ്റഡി ടൈമിൽ എയ്റോപ്ലെയിൻ മോഡിൽ ഇടുക, എന്നിട്ട് മൊബൈൽ മാറ്റി വയ്ക്കുക. അപ്പോൾ അതെവിടെ ഇരുന്ന് അടിച്ചാലും കിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കത് വലിയൊരു കാര്യമാണ്. കാരണം മൊബൈൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതൊന്നും ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ടൈം ഒരു 2-3 മണിക്കൂർ പോണത് അറിയില്ല. റീൽസ് കണ്ടാൽ മതി മെയിനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ എയ്റോപ്ലെയിൻ മോഡിൽ ഇടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് പാരൻസിനെ ഏൽപ്പിക്കുക. ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് തന്നാൽ മതി അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. പിന്നത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളാട്ടോ ഞാൻ പറയണത്. ഈ ലാസ്റ്റ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ലേസിനെസ്, എന്തിനും മടി. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളൊരു റൂൾ ഉണ്ടാക്കുക. മടി തോന്നുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷെ 5 മിനിറ്റും കൂടി ഞാൻ തരാം എന്ന് നമ്മുടെ അടുത്ത് പറയുക. ഇപ്പോൾ പഠിക്കാൻ മടിയാവുമ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കുക, ഞാൻ 5 മിനിറ്റ് കൂടി തരാം, എന്നിട്ട് ഞാൻ പഠിക്കും എന്നുള്ള ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങൾ ആ ലേസിനെസ് ഓട്ടോമാറ്റിക്കലി അത് മാറി വരും, ആ ഒരു മടി കേട്ട മക്കളെ. പിന്നെ ഒരു അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് മിസ്ഡ് ഷെഡ്യൂൾ വരും ചിലപ്പോൾ. നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ബൈ ചാൻസിന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു എമർജൻസി കാര്യം വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ടൈം ടേബിൾ മിസ് ചെയ്യാം നമുക്ക്, അത് ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആ ആഴ്ച തന്നെ ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മുടെ അന്നത്തെ, ഇപ്പോൾ മൺഡേ ആണ് നിങ്ങളുടെ ഒന്ന് മിസ്സായി പോയ ടൈം ടേബിളിൽ എന്നുണ്ടെങ്കിൽ അത് ആ മൺഡേയിലെ ടൈം ടേബിൾ അതായത് മൺഡേയിലാണെങ്കിൽ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വരെ ഇല്ലേ, ആ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് എല്ലാ ടൈം ടേബിളിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ആ ടൈമിംഗ് ഇല്ല, അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രോബ്ലം. നമ്മൾ ആ ഒരു മിസ്സായ ദിവസം നമുക്ക് അതൊന്ന് ആ ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, മാനേജ് ചെയ്യാൻ പറ്റും ആ ടൈം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് പറയണത് മോട്ടിവേഷൻ ബൂസ്റ്റർ എന്ന് പറയും. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യുകയാണ് ഇതിൽ. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ചെയ്ത് മാർക്ക് കിട്ടും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഫോളോ ചെയ്യുന്ന ടൈം ടേബിളും നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്കുള്ള ഒരു സ്റ്റെപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഞാനിപ്പോൾ ഇരുന്ന് പഠിക്കണതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കാനോ അതല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിനെ സന്തോഷിപ്പിക്കാനോ അല്ല. എൻ്റെ ഫ്യൂച്ചർ ഞാൻ ബിൽഡപ്പ് ചെയ്യുകയാണ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പോലെ എൻ്റെ ഫ്യൂച്ചറിൻ്റെ ആ ഒരു ആ ഒരു ഫ്ലോറിങ് ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അത് നല്ല സ്ട്രോങ് ആക്കുകയാണ്. എന്നാലേ എനിക്ക് മുകളിലേക്ക് കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി നിങ്ങൾക്ക് ബോറിങ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് സമയം വേറെ ഒന്നിനും ചിലവഴിക്കാനില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സക്സസ്സിലെത്താൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കുന്നു എന്നുള്ളതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അത് ഫോളോ ചെയ്യുന്നതാണ് നിങ്ങളുടെ റിയൽ സക്സസ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ടെക്നിക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു എയിമിലേക്ക് എത്താൻ
ഈശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയി നിങ്ങളുടെ അടുത്ത ഒരു വീഡിയോയിൽ ഇതിലും കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.